ഹായ് ഗൈസ്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ന്യൂസ് എല്ലാം തന്നെ നമുക്ക് ഇച്ചിരി സന്തോഷം തരുന്ന ന്യൂസാണ് വരുന്നത്. അത് ഇന്ത്യയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ടെന്നറിയില്ല. പക്ഷെ ഇന്ത്യനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം സന്തോഷമായ ന്യൂസുകളാണ് ഇപ്പോൾ കേട്ടുവരുന്നത്. എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ചാമ്പ്യൻസ് ട്രോഫി ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് പാകിസ്ഥാനിലോട്ട് പോകാത്തത് പാകിസ്ഥാനിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഇന്ത്യനോട് പൊതുവെ ഒരു ശത്രുത കൂടി. അപ്പോൾ ഇന്ത്യനെ കളിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബോർഡാണ് വേറെ വഴിയില്ലാതെ ദുബായിൽ അവർ വന്ന് കളിക്കേണ്ട അവസ്ഥയായി. അത് ഇന്ത്യൻ പ്ലേയേഴ്സ് ദുബായിൽ തന്നെ ഉണ്ടാവും, പക്ഷെ ഇവര് അവിടുന്ന് ട്രാവൽ ചെയ്ത് കളിച്ച് തിരിച്ചു അങ്ങോട്ട് പോകേണ്ട അവസ്ഥയിലോട്ട് എത്തി. അപ്പോൾ ഇന്ത്യയുടെ പവർ എല്ലാ സ്ഥലത്തും പാകിസ്ഥാനെക്കാട്ടിലും മേലെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇവര് ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയും, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ളതാണ് ലൈൻ ഓഫ് കൺട്രോൾ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് അവർ മെല്ലെ ഉള്ളിലോട്ട് കയറി വന്ന് അവിടെ ഫയറിംഗ് നടത്തിയാൽ, അപ്പോൾ പൊതുവെ ഫയറിംഗ് നടക്കുകയാണെങ്കിൽ അരമണിക്കൂർ അവർ ഫയർ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് തിരിച്ച് ഫയർ ചെയ്യാറുണ്ട്. പക്ഷെ ഈ വട്ടം ഇന്ത്യൻ ആർമി ചില സീരിയസ് ആയി എടുത്തു. അതായത് ഇന്ത്യൻ ആർമിന്റെ 2 ആർമി ഓഫീസറിനെ പരിക്ക് പറ്റി. ഇത് ഏറ്റവും സങ്കടം തരുന്ന ഒരു ന്യൂസാണ്. പക്ഷെ തിരിച്ച് നല്ല ശക്തമായി തന്നെ കൊടുത്തിട്ട് 5 പാകിസ്ഥാനി സോൾജേഴ്സിനും അതുപോലെ തന്നെ കുറെ പാകിസ്ഥാനിലെ ജനങ്ങൾക്കും ഇതിൽ അഫക്റ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വശം നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ഫ്രണ്ടും കൂടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് അഫ്ഗാൻ ആർമി ഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനുമായിട്ട് അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നു. ഇതും ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു. അതായത് പാകിസ്ഥാന്റെ ലൈഫിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും 2 സൈഡിൽ നിന്ന് ഒരുമിച്ചൊരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ഇന്ത്യയുടെ സൈഡിൽ നിന്നും അതേ സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്നും. ഇത് പോരാനിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ടി എന്ന് പറയുന്ന തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഇവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇവരെ അറ്റാക്ക് ചെയ്തതിൽ ഏകദേശം അതായത് ഈ അഫ്ഗാനിസ്ഥാനത്തെ ആർമിയും അതുപോലെ തന്നെ തെഹ്രിക്ക് താലിബാനും കൂടെ ചേർന്നുകൊണ്ട് ഖൈബർ 19 എന്ന് പറയുന്ന അവിടെ അറ്റാക്കുകൾ നടത്തി. ഇതിലും കുറേയധികം പാകിസ്ഥാൻ ആർമി സോൾജേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, തെഹ്രിക്ക് താലിബാൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. അതായത് പഞ്ചാബികൾ, അതായത് പണിക്ക് വന്ന പഞ്ചാബികൾ, അതായത് ഇന്ത്യൻ പഞ്ചാബികളെ പാകിസ്ഥാനിലുള്ള പഞ്ചാബികളെ 8 പേരെ വെടിവെച്ച് കൊന്നുകയും ചെയ്തു. അപ്പോൾ ഇത് പാകിസ്ഥാനുള്ളിൽ വലിയൊരു കൺസേൺ ആയി നിൽക്കുന്നു. അതായത് താലിബാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കിനി അതായത് കാശ്മീർ വരെ പ്രശ്നമാണ്, അതായത് താലിബാനും കൂടെ പാകിസ്ഥാന്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് വിമർശിച്ച ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ പതുങ്ങിയേക്കാണ്. അതായത് ഇന്ത്യയും താലിബാനും കൂടെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനെ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഇത്രയും ചുറ്റും നടക്കുമ്പോൾ ഉള്ളിൽ കടന്ന് പോരാടുന്ന ബൽചിസ്ഥാൻ ആർമി വെറുതെ നിൽക്കുവോ? BLAയും ഇതിലോട്ട് വരുന്നു. അതായത് BLA വന്നു കഴിഞ്ഞപ്പോൾ BLA ഇപ്പോൾ റീസെന്റ് ആയി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബൽചിസ്ഥാൻ ഒരു സ്വയം ഭരണ പ്രദേശം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് രാജ്യമായി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പോകുകയാണ് എന്നുള്ളത്. പക്ഷെ ഇതിനു മുമ്പ് ഇവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അമേരിക്കന്റെ ഭാഗത്തുനിന്നും വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ ഇവർക്കെതിരെ പാകിസ്ഥാന് അനുകൂലമായ സപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഈ വട്ടം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സപ്പോർട്ടുകൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിനു മുമ്പ് വരെ അതായത് ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെല്ലാം തന്നെ ഇലാ ഒമർ ഇങ്ങനെയുള്ള കുറെ തീവ്രവാദികൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലാ ഒമറിനെയൊക്കെയാണ് അതായത് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇലാ ഉമറിനെയൊക്കെ ഈ വട്ടം എടുത്തു കളഞ്ഞുകൊണ്ട് തന്നെ ഈ സപ്പോർട്ടെല്ലാം തന്നെ പാകിസ്ഥാന് അവിടെ നിന്നും പോയി. അപ്പോൾ ഈ വട്ടം അമേരിക്ക ഇതിന്റെ മുന്നിൽ സപ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതിനും രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇന്ത്യ ഇതിൽ പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ബൽചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ബൽചിസ്ഥാൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് രാജ്യമായി അവിടെ പിരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാന് വേണ്ടി ഇത്രയും അധികം ഡിഫൻസ് ബഡ്ജറ്റ് പാകിസ്ഥാന്റെ ആ സൈഡിലോട്ട് നമ്മൾ അതായത് ഇത്രയും കൊടുക്കുന്നതിൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. അതായത് കുറെ ത്രെട്ട് 50% നമുക്ക് കുറയാൻ സാധ്യതകൾ കൂടുതലാണ്. ഇത് ഒന്നാമത്തെയാണ്. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ 3 ടയർ അവര് അറ്റാക്ക് ചെയ്യേണ്ടി വരും. ഒന്ന് ബൽചിസ്ഥാൻ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ഇന്ത്യയും. അപ്പോൾ ഈ ഒരു പ്രശ്നം നോക്കിക്കൊണ്ടാണ് ഇന്ത്യ ബൽചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ CPEC എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ്, അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ആ ഒരു പ്രോജക്റ്റിലൂടെ ഏകദേശം $60 ബില്യൺ ഇതേ അതായത് ഈ ബൽചിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലും 260ഓളം പ്രോജക്റ്റുകൾ മാത്രം ഈ ബൽചിസ്ഥാനിൽ ഉണ്ട് എന്നാണ് കണക്കിലാക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം ചൈനയുടെ പൈസ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൽചിസ്ഥാൻ ഒരു സെപ്പറേറ്റ് അതായത് ഒരു രാജ്യമായി പിരിയും. ചൈനയുടെ കംപ്ലീറ്റ് പണമും ഇവിടെ വേസ്റ്റ് ആയി പോകും. കാരണം
ബലൂചിസ്ഥാൻ ആർമി ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ ചൈനയുടെ പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ അവിടെ എതിർക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇതിലൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി വരികയാണ്. അതായത് ചൈനയുടെ ഇത്രയും പൈസ ഒറ്റയടിക്ക് അതായത് തീ കത്തിച്ചുവിട്ട അവസ്ഥയിലോട്ട് മാറ്റും. അപ്പോൾ ഇതിലാണ് അമേരിക്ക മെല്ലെ മെല്ലെ പിന്താകുന്നത്. ഇവിടെ ചൈനയും അതുപോലെ തന്നെ ഈ പാകിസ്ഥാനും ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അതായത് ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് കൈവിട്ട അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആയി നിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത്?